ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, എന്നാലും കുക്കിംഗ് ഉണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് വീഡിയോയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് ഒതുക്കി റമീസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരി അങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ദിവസവും നമ്മൾ ചെയ്യുന്ന ജോലിയാണ്. ഇവിടെ പിന്നെ പൊടി വേറെ ചെറിയ മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാടൊന്നും അങ്ങ് പൊടിയും അഴുക്കും ഒന്നും കാണാറില്ല. എന്നാലും ഞാൻ ദിവസവും അടിച്ചു വാരി വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. ചിലപ്പോൾ ഒരു ദിവസം ഇടവിട്ടൊക്കെ തുടയ്ക്കും. ഇവിടെ ഒരുപാട് നമ്മുടെ ഹാളിലൊന്നും ഒരുപാട് അഴുക്കൊന്നുമില്ലേ. നമ്മുടെ ഈ സെറ്റി 20 വർഷമായ സെറ്റിയാണ് കേട്ടോ. നമ്മളിവിടെ വീടൊക്കെ വെച്ച് പാല് കാച്ചി സമയത്ത് നമ്മൾ മേടിച്ചതാണ്. അപ്പം നമുക്ക് ഇപ്പോഴാണ് നമ്മൾ വീട് വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ മോഡൽ സെറ്റിയും കിച്ചനും ഒക്കെ നമുക്ക് റെഡിയാക്കായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വീടൊക്കെ വെച്ച് പോയില്ലേ. അപ്പം സെറ്റിയുടെ അടിയിൽ പൊന്നു കിടക്കുകയാണേ. ഈ പൊന്നു അതിൻ്റെ രോമമൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞ് വീഴും എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ ദിവസവും അടിച്ചു വാരി അങ്ങ് വൃത്തിയാക്കുന്നത് കേട്ടോ. അങ്ങ് തുടയ്ക്കുകയും ചെയ്യും കേട്ടോ. തുടച്ചങ്ങ് വൃത്തിയാക്കിയിടും. അപ്പം ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മോപ്പൊക്കെ ഒന്ന് കഴുകി ഒന്ന് തുടയ്ക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നന്നായിട്ടൊന്ന് നമുക്കങ്ങ് തുടച്ച് വൃത്തിയിടാം. അതിനുശേഷം നമുക്ക് കിച്ചണിലോട്ട് പോകാം കേട്ടോ. അപ്പം നമ്മൾ സെറ്റി 20 വർഷമായെന്ന് ഞാൻ പറഞ്ഞില്ലേ, 20 വർഷമായ സെറ്റിയാണ്. അപ്പം നമ്മൾ ഒരുപാട് നമ്മളെ സെറ്റിക്കൊന്നും ഒരു ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ദിവസവും തട്ടി പിടിക്കുകയും കുടയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ ഒരു പ്രാവശ്യവും കണ്ട കുഷ്യനെ ഒന്ന് മാറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മൾ 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട് പാല് കാച്ചിയപ്പോഴത്തേക്ക് മേടിച്ച സാധനങ്ങളാണ്. എൻ്റെ മോനും നമ്മുടെ വീടിനും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്കും ഒക്കെ ഒരു പ്രായമാണ് കേട്ടോ. അപ്പം ഞാൻ ഡോറൊക്കെ ഒന്നങ്ങ് അടച്ചതിന് ശേഷം അതിൻ്റെ ആ ബേക്ക് സൈഡിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഹാളൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം കിച്ചണിലോട്ട് പോകാൻ കേട്ടോ. ഞാൻ ഒരുപാട് ഫുഡിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ രാവിലെ തന്നെ ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ചോറും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു മോര് കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങളെ ഞാൻ മോര് കറി വെക്കുന്നത് കാണിക്കാമേ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ട്. അതൊക്കെ ഒന്നങ്ങ് കഴുകി വൃത്തിയാക്കി വയ്ക്കാം.
അപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ അങ്ങ് തുടച്ച് നീറ്റാക്കിയതിന് ശേഷം നമുക്ക് കിച്ചണിലോട്ട് പോയി നമുക്ക് നമ്മുടെ ഉച്ചയൂണിന് ആവശ്യത്തിനുള്ള മോര് കറിയും കൂടി തയ്യാറാക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമ്മൾ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കിയത് കൊണ്ട് ഉച്ചയ്ക്ക് നമുക്കൊരു മോര് കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. പിന്നെ ഒരു പപ്പടവും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം ഞാൻ മോര് കറി തയ്യാറാക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ ചിരുകി മോര് കറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ച് തൈരും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കലക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോര് കറിക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ നമുക്കങ്ങ് താളിച്ചെടുക്കാം. ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കങ്ങ് മൂപ്പിച്ചെടുക്കാമേ. അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ച തൈരും അരപ്പും ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഫ്ലെയിം ഒന്നങ്ങ് കുറച്ച് കൊടുക്കാം കേട്ടോ. ഇത് തിളച്ച് പോയാൽ നമ്മുടെ തൈരങ്ങ് പിരിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. നല്ല അടിപൊളി മോര് കറിയായിരുന്നേ. അപ്പം ഉപ്പ് കുറവുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മോര് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോര് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോര് കറിക്കുള്ള അരപ്പൊക്കെ അരച്ചുകൊണ്ട് വന്ന പാത്രവും മിക്സിയും ജാറും ഒക്കെ ഞാനങ്ങ് കിച്ചണിലോട്ട് കൊണ്ടുവയ്ക്കുകയാണ്. നമ്മൾ അപ്പുറത്തെ കിച്ചണിൽ വെച്ചാണ് ഇതെല്ലാം കഴുകി വൃത്തിയാക്കുന്നത് കേട്ടോ. ഇവിടെ ഞാനങ്ങനെ പാത്രമൊന്നും കഴുകാറില്ല. അപ്പോൾ നമ്മുടെ മോര് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഫ്ലെയിം നമുക്കങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മോര് കറി പാത്രം അടയ്ക്കാനുള്ള അടപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയാണ്. പക്ഷെ നല്ല സൂപ്പർ മോര് കറി ആയിരുന്നേ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ മോൻ്റെ തുണികളൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൻ്റെ ജീൻസും ഷർട്ടും ഒക്കെ കഴുകാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് പുറത്ത് കൊണ്ടുപോയി നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കഴുകാനായിട്ട് പോവേണ്. മോൻ്റെ തുണികളൊക്കെ കഴുകി വിരിച്ചിട്ടതിന് ശേഷം കുളിച്ച് നിസ്കരിച്ചിട്ട് വരാം കേട്ടോ. അപ്പം എൻ്റെ കഴുകലൊക്കെ കഴിഞ്ഞ് എൻ്റെ നിസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിശന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ചൂട് ചോറിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമ്മൾ നല്ല അടിപൊളി ചിക്കൻ കറി വെച്ചെന്ന്. അപ്പം ചോറൊക്കെ എനിക്ക് ആവശ്യത്തിനുള്ള ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മോര് കറി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പപ്പടവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ. പപ്പടം ഇല്ല കേട്ടോ. സാധാരണ ഞാൻ പപ്പടമൊക്കെ മേടിച്ച് വെക്കും. നമ്മുടെ വീട്ടിൽ ഒരു അമ്മ പപ്പടം കൊണ്ടുവരും കേട്ടോ. അപ്പോൾ 50 എണ്ണമൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് എനിക്ക് 1-2 മാസം ഇരിക്കും കേട്ടോ. നല്ല അടിപൊളി പപ്പടമാണേ. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഞാനൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ കറി എനിക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറും മോര് കറിയും നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ആയിട്ട് നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള ഊണാണ്. എനിക്കിതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു തോരനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനിടയിൽ ടൈം കിട്ടിയില്ല. അപ്പം ഞാൻ മോര് കറിയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഹാളിലോട്ട് പോയിരുന്നെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കയറി പോവേണേ. അപ്പം ഞാൻ ഹാളിൽ വന്നിരുന്ന് ചോറൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടും ഒക്കെയാണ് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.